നമ്മളെല്ലാം മനസ്സുകളിൽ ആഴങ്ങളിൽ ഇടം പിടിക്കുന്ന പല സംഗതികളും, ചില പ്രദേശങ്ങൾ, ചില ശബ്ദങ്ങൾ, ചില മുഖങ്ങൾ, ചില കാലഘട്ടങ്ങൾ എല്ലാം. ചില പ്രദേശങ്ങൾ കാണുമ്പോൾ നാം നമ്മുടെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ ബാല്യം, നമ്മുടെ കൗമാരം, അതിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകാറുണ്ട്. ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പഴയകാല ഓർമ്മകളിൽ നമ്മൾ വല്ലാതെ മുഖരിതമായി പോകാറുണ്ട്. എൻ്റെ ഒരു പ്രവാസിയായ സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞതായി ഓർക്കുന്നു, വിമാനത്തിൽ കയറി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന അനൗൺസ്മെന്റ് ഫ്ലൈറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കണ്ണ് മുഴുവൻ പുറത്തേക്കാണ്. ബെൽറ്റൊക്കെ ഇട്ട് ലാൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ നാടിന്റെ പച്ചപ്പിങ്ങനെ കാണാൻ തുടങ്ങുന്ന സമയം അദ്ദേഹം പറഞ്ഞതാണ്, ഫ്ലൈറ്റിനെടുത്ത് ചാടാൻ വരെ തോന്നിപ്പോകും. കാരണം നമ്മുടെ നാടിന്റെ പച്ചപ്പ്, നമ്മുടെ ആ നാടിന്റെ തനിമ, ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം നാട്, എന്റെ വീട്, എന്റെ നാട്ടുകാർ, അതൊരു വല്ലാത്ത വികാരമാണ്. എല്ലാവർക്കും അതൊരു വികാരമാണ്. നമ്മുടെ ലോകത്ത് എത്ര സൗകര്യമുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാലും നമ്മുടെ സ്വന്തം വീട് തന്നെയാണ്. നാം ജനിച്ചു വളർന്ന നാട് തന്നെയാണ്. എന്തിനാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഇത് പറഞ്ഞത് എന്ന് ഇൻഷാ അല്ലാഹ് ഖുതുബ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഹിജ്റ 1443 നമ്മിൽ നിന്ന് കടന്നു പോകുകയാണ്. ഹിജ്റ വർഷം 1444 കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ എല്ലാമായ മക്കയിൽ നിന്ന് തന്റെ ഹൃദയത്തെയും ശരീരത്തെയും കുടുംബത്തെയും പറിച്ചെടുത്തുകൊണ്ട് മദീനയിലേക്ക് പറിച്ചു നട്ട് കഴിഞ്ഞിട്ട് 1443 വർഷങ്ങൾ കഴിയുന്നു. അതിന്റെ 1444 വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഹിജ്റ? ഹിജ്റയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവമല്ല ഹിജ്റ. മറിച്ച് സംഭവബഹുലമായ ഹിറാ ഗുഹയിലെ അനുഭവം കഴിഞ്ഞ് പരിച്ചു പറിച്ച് തന്റെ പ്രിയതമയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞ് ആ പ്രവാചകന്റെ ആ വിപ്രാളത്തിന് നമുക്ക് രണ്ടാമത് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിച്ചത്, ആരാണ് വന്നത്, എന്താണ് കേട്ടത്, എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, അവർക്ക് രണ്ടാർക്കും അറിയില്ല. ഖദീജ ബീവി തന്റെ കുടുംബക്കാരനായ അന്നത്തെ വലിയ വേദപണ്ഡിതനായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞു കൊടുത്തു, ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് പറഞ്ഞത് എന്ന്. ആ കാര്യങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞ് വറഖത്ത് ഇബ്നു നൗഫൽ പറയുകയാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ അടുത്തേക്ക് വന്നത് മൂസയുടെയും ഈസയുടെയും ഇബ്രാഹിമിന്റെയും എല്ലാം അടുത്തു വന്ന ആ മഹാമാലാഖയാണ്, നാമൂസാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. പ്രപഞ്ച സൃഷ്ടാവായ സർവാധികാരിയായ അല്ലാഹുവിന്റെ ദിവ്യ വെളിപാടുകൾ, പ്രപഞ്ച സൃഷ്ടാവിന്റെ ദിവ്യ വെളിപാടുകൾ ഭൂമിയിലുള്ള ദൂതന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന, പണി ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആ മാലാഖമാരുടെ നേതാവാണ് മുഹമ്മദ് താങ്കളുടെ അടുത്തേക്ക് വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങിതാ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രയാസകലുഷിതമായ ഒരു ജീവിതത്തിന്റെ പാന്താവിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ ലൈതനി അകൂനു ഫീഹാ ജദഅ, എനിക്കന്ന് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായി ഞാനൊന്നുണ്ടായിരുന്നെങ്കിൽ, അകൂനു ഹയ്യൻ ഹീന യുഖ്രിജുക ഖൗമുക, അങ്ങയുടെ ഈ സമുദായം അങ്ങയെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഖത്ത് ഇബ്നു നൗഫലിനോട് ചോദിക്കുകയാണ്, അവരെന്നെ പുറത്താക്കുകയോ, അല്ലമീൻ ഓമന പേര് തന്നെ വിളിക്കുന്ന, സ്നേഹം കൊണ്ടെന്നെ പൊതിയുന്ന,
പോയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ പ്രബോധനത്തിൽ ഇറങ്ങി. അതിനവർ രഹസ്യ സങ്കേതം കണ്ടുപിടിച്ചു. ആ സങ്കേതം എന്താണ്? അർഖമിന്റെ വീടാണ്. അർഖമിന്റെ വീടിൽ വെച്ച് പ്രവാചകന്റെ വിശ്വാസം ഇസ്ലാം സ്വീകരിച്ച ഏതാനും സഹാബികൾ കൂടിയിരിക്കാനും ഖുർആൻ ഓതാനും പറയാനും കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും അർഖമിന്റെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയം അവരുടെ എല്ലാം പേടി സ്വപ്നമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ അർഖമിന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നത് ഒരു സഹാബി കണ്ടു. പേടിച്ചുറച്ച് അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇങ്ങനെ ഉമർ വരുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ, രണ്ടാമത് ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അർഖമിന്റെ വീട്ടിലേക്ക് വാതിൽ തുറന്ന് കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. രഹസ്യ പ്രബോധനം അവസാനിച്ചു. നിങ്ങൾ നോക്കണം, രഹസ്യ പ്രബോധനം അവിടെ അവസാനിക്കാണ്. പ്രവാചകൻ പറഞ്ഞു, ഹംസയുണ്ട് നമ്മുടെ കൂടെ, ഉമറുണ്ട് നമ്മുടെ കൂടെ. ഇനി ഈ സന്ദേശം രഹസ്യമായിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആരാണ് കൂടെ ഉള്ളത്? അടിമകളാണ്, പണമില്ലാത്തവരാണ്, പദവിയില്ലാത്തവരാണ്, ചോദിക്കാനും പറയാനൊന്നും ആരും കാര്യമില്ലാത്തവരാണ്. രണ്ട് വരിയായി ആ സ്വഹാബികൾ നിന്നു. ഒന്നാമത്തെ വരിക്ക് പിറകിൽ ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ വരിക്ക് പിറകിൽ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അവർ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ കഅബയുടെ പരിസരത്തൂടെ വിഗ്രഹാരാധകരാൽ ഉലരിതമായ മക്കയുടെ മണലാരണ്യത്തിലൂടെ അവരെ പ്രഖ്യാപിച്ചു മുന്നോട്ട് പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഹ്ദാനിയത്തിന്റെ കലിമത്ത് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് അവരെങ്ങനെ മുന്നോട്ട് പോകുമ്പോ അബൂജഹലും മുത്തുവത്തും ഷൈബത്തും അങ്ങനെ നോക്കുമ്പോ മുന്നിലിരിക്കുന്നത് ബിലാലിനെ പോലെയല്ല, അമ്മാറിനെ പോലെയല്ല, ഖബ്ബാബിനെ പോലെയല്ല, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ബലഹീനരായ മനുഷ്യർ. പക്ഷെ പിറകിലേക്ക് നോക്കുമ്പോ അവിടെ അവർക്ക് കാണാൻ കഴിയുന്നത് ഉമർ ബിൻ ഖത്താബ്. തൊട്ട വിവരറിയും. അപ്പുറത്ത് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്. എടഞ്ഞാൽ വിവരറിയും. ആരും ഒന്നും മുണ്ടിയില്ല. ആ മാർച്ച് വളരെ സുന്ദരമായി അവസാനിച്ചു. അന്ന് തൊട്ട് പരസ്യ പ്രബോധനം തുടങ്ങി, പീഡനങ്ങൾ തുടങ്ങി, പ്രയാസങ്ങൾ തുടങ്ങി, പ്രഹരങ്ങൾ തുടങ്ങി. എല്ലാ തരത്തിലുള്ള ബഹിഷ്കരണങ്ങളും അന്ന് തൊട്ട് വ്യാപകമാവുകയാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറയുന്നു, റസൂലേ, അങ്ങയുടെ അനുയായികളോട് ഹിജ്റ പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് അബിസീനിയയിലേക്ക് ഹിജ്റ പോകാം എന്ന് അവരോട് പറയണം. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഹിജ്റ ഉണ്ടാവുകയാണ്. വീണ്ടും ഒരുപാട് കാലം കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്ക് അഖബ ഉടമ്പടിയെല്ലാം കഴിഞ്ഞ് മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അനുമതി നൽകുകയാണ്. ആ യാത്രയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മക്കയിലെ കരളിന്റെ കഷ്ണങ്ങളായ, മക്കയുടെ ഹൃദയത്തിന്റെ തുണ്ടങ്ങളായ, മക്കയേറെ സ്നേഹിക്കുന്ന അതിന്റെ ഓരോ പ്രിയ മക്കൾ രാത്രി പാത്തും പതുങ്ങിയും ഒറ്റയും ചെറ്റയുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്ന ആ വല്ലാത്ത രംഗം കുടുംബമായി, കൂട്ടുകാരായി, സുഹൃത്തുക്കളായി എല്ലാം വിട പറഞ്ഞ് ഒരു മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അധികം ആളുകളും ഒളിച്ചും പാത്തും പതുങ്ങിയാണ് മദീനയിലേക്ക് തിരിച്ചു പോയത്. ഖുറൈശികളെ തടയണമെന്ന് വിചാരിച്ച് അവിടെയും ഒരു മനുഷ്യൻ വേറിട്ട് നിന്നു. അതാരാണ്? മറ്റാരുമല്ല, ഉമർ ഇബ്നു ഫാറൂഖ്. അദ്ദേഹം ഒളിച്ചും പാത്തും പതുങ്ങിയൊന്നും പോകാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ദാറുൻ നദ്വയുടെ മുന്നിലേക്ക് ചെന്നു. എന്താണ് ദാറുൻ നദ്വ? ഖുറൈശികളുടെ പാർലമെന്റ് ആണ്. എല്ലാ പ്രമാണികളും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഖത്താബിന്റെ മകൻ ഉമർ, ഞാനിതാ ഹിജ്റക്ക് പുറപ്പെടുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇന്ന വഴികളിലൂടെ സഞ്ചരിക്കും. ആർക്കെങ്കിലും അവന്റെ ഉമ്മയുടെ മകനെ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അവന്റെ ഭാര്യ വിധവയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അവരുടെ മക്കൾ അനാഥരാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നടക്കുന്ന താഴ്വരകളിൽ എന്നെ തടയാനവർക്ക് വരാം, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പരസ്യമായി പറഞ്ഞ് പുറപ്പെട്ടു. ഒരൊറ്റ കുട്ടി അനങ്ങിയിട്ടില്ല, ഒരു മനുഷ്യൻ അനങ്ങിയിട്ടില്ല. വളരെ സുന്ദരമായി ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പൂർത്തിയാക്കി. ഹിജ്റക്ക് പുറപ്പെട്ട സഹാബികൾ മുഴുവൻ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹിജ്റക്ക് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുമതി നൽകുന്നത് അപ്പോൾ മാത്രമാണ്. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആ ഒരു ദിവസത്തെ കുറിച്ച്
വിവരിക്കുന്നുണ്ട്. ഹിജറ പുറപ്പെടുന്ന അന്ന് വളരെ ചൂടുള്ള ഒരു ഉച്ച സമയം, ചുട്ടുകൊള്ളുന്ന ഉച്ച സമയം. ആ സമയത്ത് അവർ ആരോട് പുറത്തിറങ്ങൂല. ആ സമയത്ത് മക്കയിൽ ആരും പുറത്തിറങ്ങുന്ന പതിവില്ല. ആ സമയം പ്രവാചകൻ ആ ചുട്ടുകൊള്ളുന്ന മണലാരണ്യം ചവിട്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. വീടിന്റെ പുറത്തെത്തി പ്രവാചകൻ പറയുന്ന, അബൂബക്കർ, എനിക്ക് പുറപ്പെടാനുള്ള സമയ അനുവാദം അല്ലാഹു നിന്ന് കിട്ടിയിട്ടുണ്ട്. അബൂബക്കർ തിരിച്ചു ചോദിച്ചു, അസ്സുഹ്ബ യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ പുറപ്പെട്ടു വരാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടോ? അങ്ങയുടെ കൂടെ സന്തത സഹകാരിയായി കൂടെ വരാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ അബൂബക്കർ, അനുവാദം കിട്ടിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഉപ്പ കരയാൻ തുടങ്ങി. എന്റെ ഉപ്പ കരയാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്, സന്തോഷം കൊണ്ടും മനുഷ്യന്മാരെ കരയും, സങ്കടം കൊണ്ട് മാത്രമല്ല, സന്തോഷം കൊണ്ടും മനുഷ്യന്മാരെ കരയുമെന്ന് എന്റെ ഉപ്പയുടെ അന്നത്തെ കണ്ണുനീര് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പാതകൾ മുഴുവൻ ഒരുക്കുന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ മൂത്ത മകൾ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹയാണ്. അവർ ഭക്ഷണങ്ങളും യാത്രയ്ക്ക് വേണ്ടിയുള്ള സാമഗ്രികളും എല്ലാം ഒരുക്കി വെച്ച് അവസാനം ആ പാണ്ഡം കെട്ടാനുള്ള കയറില്ലാതെയായപ്പോ അവർ തന്റെ അരക്ക് കെട്ടിയ ആ തുണിയെടുത്ത് രണ്ടായി കയറി ആ ഒരു തുണി കൊണ്ട് ആ പാണ്ഡക്കെട്ട് കെട്ടി, ബാക്കിയുള്ള തുണി കൊണ്ട് തന്റെ അരയിലേക്കും കെട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹത്തോടെ രണ്ട് അരപ്പട്ടയുള്ളവൾ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. അവർക്ക് ആ പേര് വരുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ആ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആകെ 5000 ദിർഹമാണ് ഉണ്ടായിരുന്നത്. എത്ര? 5000 ദിർഹം. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ 40,000 ദിർഹം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ഒരു കോടീശ്വരനായിരുന്നു അദ്ദേഹം. പക്ഷെ ഈ യാത്ര പുറപ്പെടുമ്പോ കേവലം 5000 ദിർഹം. എങ്ങനെയാ പണം മൊത്തം പോയത്? ബിലാലിനെ പോലെ അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ട ഇസ്ലാം സ്വീകരിച്ച അടിമകളെ വളരെ സൗജന്യമായി ഒന്നും നോക്കാതെ അവരെ മോചിപ്പിക്കുന്നതിനും ഇസ്ലാമിന്റെ പ്രബോധനത്തിനും കൊണ്ട് നിർലോഭം ചെലവഴിച്ചത് കൊണ്ടാണ് 5000 ദിർഹമായി അദ്ദേഹത്തിന്റെ സമ്പാദ്യം മാറിയത്. അങ്ങനെ അവർ പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി മക്ക കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചന നടക്കുന്നു. ഏറ്റവും വലിയ ഗൂഢാലോചന എവിടെയാണ്? ഗൂഢാലോചന നടക്കുന്നത് ദാറുൻ നദവയിലാണ്. എന്താണ് ഗൂഢാലോചന? മുഹമ്മദിന്റെ അനുയായികളൊക്കെ പുറപ്പെട്ടു പോയിട്ടുണ്ട്. മുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഒന്നാമതായി അവർ പറഞ്ഞത്, മുഹമ്മദിനെ നമുക്ക് തടവിലിടാം. അപ്പൊ ആളുകൾ പറഞ്ഞു, തടവിലിട്ടാൽ ശരിയാവില്ല, അവന്റെ അനുയായികൾ ശക്തി പ്രാപിക്കുകയും ഇവിടെ വന്ന് മുഹമ്മദിനെ മോചിപ്പിക്കുകയും ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ മുഹമ്മദിനെ നമുക്ക് നാട് കടത്താം. അപ്പൊ കൂടുതൽ ആളുകൾ പറഞ്ഞു, നാട് കടത്തിട്ട് എന്താണ് കാര്യം? അപ്പൊ മദീനയിലേക്ക് തിരിച്ചു എത്തും. കുറച്ചു കാലം കഴിഞ്ഞാൽ ശക്തി പ്രാപിച്ച് മുഹമ്മദ് ഈ നാട്ടിലേക്ക് മക്കയിലേക്ക് തിരിച്ചു വരും. മൂന്നാമതായി എല്ലാവരും പറയാൻ പഠിച്ച കാര്യം, അബൂജഹൽ പറഞ്ഞു, എങ്കിൽ നമുക്ക് മുഹമ്മദിനെ കൊല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും അത് പറയാൻ ധൈര്യപ്പെട്ടില്ല. അബൂജഹൽ പറഞ്ഞു. എല്ലാവരും ഞെട്ടി. മുഹമ്മദിനെ കൊല്ലേ? ബനൂ ഹാഷിം അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മക്കയിലുള്ള എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഒരു പ്രതിനിധി മലയാളി സംഘങ്ങളിൽ ഉണ്ടാവട്ടെ. ഒരു പ്രതിനിധി. ആരോട് ബനൂ ഹാഷിം പകരം ചോദിക്കും? അവർക്ക് ബ്ലഡ് മണി സ്വീകരിക്കുക എന്നതല്ലാതെ വേറൊരു നിവൃത്തിയും ഉണ്ടാവുകയില്ല. അങ്ങനെ അവരാ ആസൂത്രണ, കൊലപാതകത്തിന്റെ ആസൂത്രണം വളരെ കൃത്യമായി നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിൽ ആ രംഗം പറയുന്നത് അല്ലാഹു പറയാൻ, وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَخْرُجُوكَ أَوْ يَقْتُلُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. അങ്ങേ തടവിലാണോ, അങ്ങേ നാട് കടത്താനോ, അങ്ങേ കൊന്നുകളയാനോ അവർ തീരുമാനിച്ച തന്ത്രം വയറ്റിയ സന്ദർഭം അല്ലാഹു അങ്ങേക്ക് വേണ്ടി തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹുവാണ് ഏറ്റവും
വെച്ച് ഏറ്റവും നല്ല ഭൂമി എനിക്ക് അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇഷ്ടമുള്ളതും എന്നോട് തന്നെയാണ്. അവരെന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നെങ്കിൽ നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവുകയില്ല എന്ന് മക്ക. അങ്ങനെ പറഞ്ഞിട്ട് കണ്ണീരോടുകൂടിയാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് മുന്നോട്ട് പോകുന്നത്. അവരുടെ ലക്ഷ്യസ്ഥാനം ഏതാണ്? തൗർ ഗുഹയാണ്. 3 ദിവസം തൗർ ഗുഹയിൽ പാർക്കണം എന്നതാണ് അവരുടെ പദ്ധതി. അങ്ങനെ തൗർ ഗുഹയിൽ ലക്ഷ്യം വെച്ചത് അവർ മുന്നോട്ട് പോകുകയാണ്. അവർ സുരക്ഷിതമായി തൗർ ഗുഹയിൽ എത്തിച്ചേരുന്നു. ആ സമയം ഇതാ മക്കയിൽ നേരം വെളുത്തപ്പോ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്ന മുഹമ്മദ് രക്ഷപ്പെട്ടിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആർക്കും അറിയില്ല. ആ കൊലയാളി സംഘത്തിൽപ്പെട്ട ഓരോ ആളുകൾക്കും ഖുറൈശികളുടെ കണക്കിനുള്ള പണി കിട്ടുകയാണ്. എന്നിട്ട് ഖുറൈശികൾ അതാ പ്രഖ്യാപിക്കുകയാണ്, മക്കയിൽ ഇന്നുവരെ കാണാത്ത ഏറ്റവും വലിയ സമ്മാനം ഖുറൈശികൾ പ്രഖ്യാപിക്കുന്നു. എന്താണ് ആ സമ്മാനം? മുഹമ്മദിനെയും അബൂബക്കറിനെയും ജീവനോടെയോ അല്ലാതെയോ ആരെങ്കിലും പിടിച്ചുകൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് 100 ഒട്ടകം ഇനാം, 100 ഒട്ടകം സമ്മാനം. ഒരൊറ്റയ്ക്ക് കോടീശ്വരനാവാനുള്ള വഴിയാണ്. മക്കയിലെ ചെറുപ്പക്കാർ മുഴുവൻ പ്രവാചകനെ തിരഞ്ഞുകൊണ്ട് നാടിന്റെ നാനാഭാഗത്തേക്കും പുറപ്പെടുകയാണ്. ആ സമയം അതാ പ്രിയപ്പെട്ടവരെ, ഖുറൈശികൾ പുറംനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിദഗ്ധരായ ആളുകളെ കൊണ്ട് മുഹമ്മദിന്റെയും അബൂബക്കറിന്റെയും ഒട്ടകം എങ്ങോട്ടാണ് സഞ്ചരിച്ചത് എന്ന് കണ്ടെത്തുകയാണ്. അവരതാ തൗർ ഗുഹ നിലനിൽക്കുന്ന ആ മലയുടെ അടുത്തേക്ക് എത്തുകയാണ്. ആ തൗർ ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖുമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തൗർ ഗുഹയിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ അതാ തങ്ങളെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന അബൂജഹലടങ്ങുന്ന സകല ഖുറൈശികളും അവിടെ പുറത്തുണ്ട്. അബൂബക്കർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവരെങ്ങാനും ഒന്ന് കടങ്കാലിൽ തൊടാൻ വേണ്ടി കുനിഞ്ഞാൽ, അവർക്കെങ്ങാനും ഒന്ന് തല താഴോട്ട് താഴ്ത്താൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം റസൂലേ, നമ്മുടെ ജീവിതം അവസാനിച്ചു റസൂലേ, നമ്മുടെ യാത്രയുടെ അവസാനിക്കും റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖിന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാ ബന്നുക യാ അബൂബക്കർ, അല്ലയോ അബൂബക്കറേ, അങ്ങയുടെ വിചാരം എന്താണ്? അങ്ങ് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നമ്മുടെ കൂടെ നാം മാത്രമല്ല ഉള്ളത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹുവാണ് നമ്മോടൊപ്പം ഉള്ളത്. അബൂബക്കർ അതുകൊണ്ട് അവരൊരിക്കലും കുനിയുകയുമില്ല, അവരൊരിക്കലും നമ്മെ കാണുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസം സുരക്ഷിതമായി ആ തൗർ ഗുഹയിൽ കഴിഞ്ഞുകൂടി 4ാമത്തെ ദിവസം അവർ പറഞ്ഞേൽപ്പിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ബഹുദൈവാരാധകനായ മുസ്ലിമല്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനാണ് അവരെയും കൊണ്ട് മദീനയിലേക്ക് പോകാമെന്ന് വെച്ചത്. സാധാരണ വഴിയിലൂടെയല്ല പോകുന്നത്. ആർക്കും അറിയാത്ത, ഖുറൈശികൾക്കറിയാത്ത, മക്കക്കാർക്കറിയാത്ത, മദീനക്കാർക്ക് പോലും അറിയാത്ത വളരെ രഹസ്യമായ നിഗൂഢമായ വഴിയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. ഇന്ന് ആ വഴി ഫരീഖുൽ ഹിജ്റ എന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാനുള്ള വിശാല
ലീവായിട്ട് റസൂലിന്റെ അടുത്തേക്ക് പോയിട്ട് റസൂലേ നിങ്ങൾ എനിക്ക് തന്ന വാക്കാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖ ഇബ്നു മാലിക്കിനെ സുരക്ഷിതമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. സുറാഖ തിരിച്ചു പോകുമ്പോ റസൂൽ ബറകത്ത് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, സുറാഖ, കിസ്രായുടെ കയ്യിലുള്ള വള നിന്റെ കയ്യിൽ അണിയുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? എങ്ങനെ ഉണ്ടാവും? അപ്പൊ സുറാഖ ഇബ്നു മാലിക് തിരിച്ചു ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കുറിച്ചാണ് പറയുന്നത്? പേർഷ്യൻ ചക്രവർത്തി കിസ്രായെ കുറിച്ചു. ആ കിസ്രായുടെ ആഭരണം എന്റെ കയ്യിൽ ഞാൻ അണിയുമെന്നോ? എങ്ങനെ അത് സംഭവിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മറുപടി പറഞ്ഞില്ല. അതുപോലെ ഒന്നും മറുപടി പറയാതെ മുന്നോട്ട് പോയി. വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പിടിക്കപ്പെട്ടവരെ ഇസ്രായേലിന്റെ കൊട്ടാരം പിടിപിടിച്ചുകയും അവിടെ നിന്ന് ഗനീമത്ത് സ്വത്ത് മദീനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ ഇടയിൽ ഇസ്രായേലിന്റെ വടക്ക് വേണ്ടി അന്വേഷിച്ചു. ഇസ്രായേലിന്റെ വള അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ സുറാഖ ഇബ്നു മാലിക്കിനെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇസ്രായേലിന്റെ വള അണിയിക്കുകയും ചെയ്തു. എന്നിട്ട് മദീന മുഴുവൻ സുറാഖ ഇബ്നു മാലിക്കിനെ ആ വളയോട് നടത്തിയെന്നാണ് ചരിത്രം. സുബ്ഹാനല്ലാഹ്. സ്വന്തം നാട്ടിൽ നിന്ന് ഒന്നുമില്ലാതെ പറിച്ചറിയപ്പെടുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുറാഖ, അങ്ങയുടെ കൈകൾ ഇസ്രായേലിന്റെ വളകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ പ്രവാചകത്വം പറയാതെ മറ്റൊന്നും കൊണ്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. അവരെ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാളാണ് ഉമ്മി മഅബദ്. അവരിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ ഒരു ചെറിയ കൂടാരം കണ്ടു. ആ കൂടാരത്തിനുള്ളിലേക്ക് അവർ കയറി. അവർ വയസ്സായ സ്ത്രീയാണുള്ളത്. അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം വിൽക്കാൻ നിങ്ങൾ എടുത്തുണ്ടോ? എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ വിൽക്കാൻ നിങ്ങൾ എടുത്ത്? അവർ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങളുടെ ദരിദ്രരാണ്. എന്റെ ഭർത്താവ് ഭക്ഷണം അന്വേഷിച്ചിട്ട് പുറത്തേക്ക് പോയിരിക്കാണ്. അങ്ങനെ കൂടാരത്തിന് ചുറ്റിൽ നോക്കിയപ്പോ വയസ്സായ എന്നോ നാളെ അവർ അറുത്ത് കശാപ്പ് ചെയ്ത് ഭക്ഷിക്കാൻ വെച്ചിരുന്ന വയസ്സായ ഒരാട്, പെണ്ണാട് അവിടെ ഉണ്ടായിരുന്നു. നബി ചോദിച്ചു, ഞാൻ അതിനെ കറക്കട്ടെ ചോദിച്ചു. പറഞ്ഞു, അതിനെ നിങ്ങൾ കറന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതിനെ ഞങ്ങൾ അറക്കാൻ വെച്ചതാണ്. ആ പരിപാടി നിർത്തി കുറെ കാലായി എന്നവർ തിരിച്ചു പറഞ്ഞു. തിരിച്ചു ചോദിച്ചു, നിങ്ങൾ അനുവദിക്കുമോ എന്ന്? അതിനെ കറക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? ശരി, നിങ്ങൾ അത്രക്ക് നിർബന്ധാണെങ്കിൽ നിങ്ങൾ കറന്നു വയ്ക്കുമോ? പാൽപാത്രവുമായി അതിന്റെ അഗ്നിയിലേക്ക് പോയി. അതിൽ നിന്ന് പാല് കറന്നു. പാത്രം നിറയെ പാല് കിട്ടി. അതിൽ നിന്ന് കുടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കുടിച്ചു. ആ ബാക്കിയുള്ള പാൽ അവിടെ അവർക്ക് കൊടുത്തിട്ട് പ്രവാചകൻ എത്രയായി? ഈ സ്ത്രീയുടെ ഭർത്താവ് തിരിച്ചു വന്നപ്പോ പാല് കണ്ടു. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ട് പാല്? അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ആ ആടിനെ കറന്നതാണ്. നീ എന്താ ഈ പറയുന്നത്? ആടിന്റെ കറവ് പോയി പറ്റിയത് എത്ര കാലായി? പറഞ്ഞു, 2 മനുഷ്യന്മാർ 3 മനുഷ്യർ ഈ കൂടാരത്തിലേക്ക് വന്നിരുന്നു. സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അവരെ തന്നെയായിരുന്നു 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച് ഖുറൈശികൾ അവരെ തന്നെയായിരിക്കും പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. അതിലൊരാൾ പ്രവാചകത്വം വാദിക്കുന്ന ആളാണെന്ന് നിനക്കറിയില്ലേ എന്ന് ഭർത്താവ് ചോദിച്ചപ്പോ ആ ഉമ്മി മഅബദ് പറഞ്ഞു, പ്രവാചകത്വം വാദിക്കുന്ന ആളല്ല, എങ്കിൽ അദ്ദേഹം പ്രവാചകൻ തന്നെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു ഉമ്മി മഅബദ് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഈ ഉമ്മി മഅബദിന്റെ ഈ ഹദീസിലാണ് പ്രവാചകന്റെ രൂപത്തെക്കുറിച്ച്, പ്രവാചകന്റെ ഹൈറ്റ്, പ്രവാചകന്റെ ശാരീരിക അനുമതികൾ, പ്രവാചകന്റെ താടി, പ്രവാചകന്റെ മുടി എന്നെല്ലാം നമ്മൾ കേൾക്കുന്ന ഈ ഹദീസ് ഉമ്മി മഅബദ് തന്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകന്റെ രൂപത്തെയാണ്. സുബ്ഹാനല്ലാഹ്. അവരെ യാത്ര മദീനയിൽ എത്തുമ്പോഴേക്ക് നിരവധി അത്ഭുത സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിരുന്നതാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് മക്കയിലെയും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹിജ്റക്കുടനീളമുള്ള വഴിയിലെയും സംഭവങ്ങളാണ്. എന്നാൽ മദീനയിൽ എന്തായിരുന്നു ആ സമയത്തെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, അതാണ് ഏറ്റവും ഹൃദയഭേദകമായ അവസ്ഥ. മദീനയിൽ അവര് കണ്ണിലെണ്ണ വെച്ച് കാത്തിരിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കലില്ല.
രാവും പകലും കാത്തിരുന്നു. ചൂട് കൂടുമ്പോൾ അവരെ ഒടുവിലേക്ക് തിരിച്ചു വീണ്ടും വരും. കണ്ണ് നട്ടുകൊണ്ട് ആ വഴിയിലേക്ക് പ്രവാചകനെ കാത്തിരിക്കാൻ തുടങ്ങി ആഴ്ചകളാണ്. ഒരു ദിവസം പ്രവാചകന്റെ വരവിനെ കുറിച്ച് പറയുന്നത് ഒരു ജൂതനാണ്. ആ ജൂതൻ അയാളുടെ കോട്ടക്ക് മുകളിൽ എന്തോ പണി ചെയ്യുന്ന സമയം ദൂരെ നിന്ന് പ്രവാചകൻ ഒട്ടകത്തെ ശ്രദ്ധിക്കുന്ന ഒട്ടകത്തെ കണ്ടു. ആ ജൂതൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന മനുഷ്യൻ ആഗതനായിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രമേ അൻസാറുകളും മുഹാജിറുകളും അടങ്ങുന്ന വിശ്വാസികളുടെ കൂട്ടം അതിസന്തോഷത്തോടെ അത്യാനന്ദത്തോടെ പ്രവാചകനെ വരവേൽക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രമാത്രം സന്തോഷമുള്ള ഒരു രംഗം വളർന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മളെ ചരിത്രം വായിക്കുമ്പോൾ, നമ്മളെ ചരിത്രം കേൾക്കുമ്പോൾ ഇത്രമാത്രം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വേറൊരു ചരിത്രമില്ല. സന്തോഷത്തിന്റെ ചരിത്രമാണ്. പുതിയ ചരിത്രങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഒരു തുടക്കമാണത്. എന്നാൽ റസൂൽ മദീനയിലേക്ക്, ത്വയ്ബയിലേക്ക്, യസ്രിബിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ അനർഘ നിമിഷം, പിന്നീടുള്ള വർഷങ്ങൾ ചരിത്രത്തിന്റെ രചനയാണ്. പ്രിയപ്പെട്ടവരെ, മദീന എന്നത് വല്ലാത്തൊരു നാടാണ്, വല്ലാത്തൊരു നാടാണ്, വല്ലാത്തൊരു ഗ്രാമമാണ്. അവിടെ എത്തിപ്പെടാൻ മദീനയിലേക്ക് അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രമേ എത്തിക്കൊള്ളുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആ മദീനയിൽ ജീവിക്കാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യവുമാണ്. ഒരു വട്ടമെങ്കിലും ആ നാടിനെ കാണാൻ, കുറച്ചു കാലമെങ്കിലും ഇവിടെ ജീവിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബേ, എന്റെ പ്രവാചകന്റെ ഹിജ്റയുടെ കാൽപ്പാടുകൾ, അതിൽ നിന്ന് ആ കാൽപ്പാടുകൾ പിന്തുടർന്നു